ഗൈസ് ഇവിടെ നമ്മൾ സബ്സ്ക്രൈബർ മച്ചാനാണ് നൈസായിട്ട് ഒരു ചലഞ്ച് നടക്കുന്നത്. പ്ലീസ് ബ്രോ ബിയർ റാങ്ക് 15 കിൽ ചലഞ്ച് എന്ന് പറഞ്ഞാണ് ഗൈസ് അവൻ കമൻറ്റ് ഇട്ടത്. അപ്പോൾ നമുക്ക് അവൻ പറഞ്ഞ ചലഞ്ചും കണക്ക് അങ്ങ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ബിയർ എടുത്ത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തിട്ട് നല്ല പോസ്റ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് പോകാനൊക്കെ. എന്തായാലും നമ്മളിത് സ്റ്റാർട്ട് പോയിട്ടുണ്ട്. ഇത് ഫുൾ എനിമീസൊക്കെ കട്ടാനൊക്കെ വെച്ച് എന്ന് പറഞ്ഞ് കില്ല് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. ഓക്കെ, അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വേം പോയി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഓൾ സെറ്റ് ഗൈസ്. ഓക്കെ, അത് നമ്മൾ അതിന് മുന്നിൽ ഗിവ് അവേ കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ നിന്നാൽ ഒക്കെ അടിച്ച് പൊളിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ ഓടിപ്പോയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഡബിൾ വെക്ടറാണ് ഗൈസ്. ഓക്കെ, ഡബിൾ വെക്ടറിന് ഇത് ഒറ്റ സ്പോട്ട് ഗൈസ്. അവൻ അന്നേരം തന്നെ സ്പോട്ടിൽ കില്ല് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് എന്നിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ FF ടോക്കൺ എടുക്കാൻ പോയപ്പോൾ അടുത്ത എനിമി നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് അങ്ങ് കില്ല് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, നമ്മൾ പണ്ടേ വിഷയമാണ് ഗൈസ്. ഓക്കെ, അടുത്തത് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു എനിമീസ് അവിടെ നമ്മൾ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കി പറ്റിയില്ല ഗൈസ്. ഓക്കെ, ഇത് അവനെ എന്തായാലും നമ്മൾ കൊല്ലും ഗൈസ്, അത് വേറെ കാര്യം. അവനൊന്ന് നൈസായിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ച് അവനെയും കൊന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാർ എടുത്ത് പോകുമ്പോൾ ഇവിടെ ഒരു എനിമി ഗൈസ് നല്ല അടിയും കളൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ വളം കളൊക്കെ ഇട്ട് അവനെ ഗ്ലൂ വളം കളിട്ട് അവൻ ഇങ്ങോട്ടേക്ക് റഷ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ മെഡിക്കിട്ടും കണക്ക് വേ അടിച്ചത് അവനെ കില്ല് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. അവനത് അടിക്കുമ്പോൾ അവൻ ഓടിക്കാൻ ഗൈസ്. ഓക്കെ, എന്തോ ചെയ്യാനാണ് ഗൈസ്. ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ബോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളുടെ അക്കൗണ്ട് ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ബോട്ടൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത അക്കൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് പവറൊക്കെ ഗൈസ്. അടുത്ത എനിമിയാണ് അവന് നൈസായിട്ട് ഹെഡ് ഷോട്ട് അങ്ങനെയൊക്കെ ഇട്ട് വീണ്ടും ഇപ്പുറം വന്നപ്പോൾ ഗൈസ് ഒരുത്തൻ റേഞ്ച് ഗൈസ്. അയ്യോ പാവം ഗൈസ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ 7ാമത്തെ കില്ലോ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ഡ്രോപ്പിൻ്റെ അടുത്ത് ലൂട്ട് ചെയ്യുമ്പോൾ ഇത് അടുത്തൊരു എനിമി ഗൈസ്. ഓക്കെ, അടുത്തൊരു എനിമി നൈസായിട്ട് വന്നിട്ട് നമ്മൾ അടിച്ചിട്ട് അതിൻ്റെ നോക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യാനാണ്, അവനൊന്നും നമ്മളെ കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മളതിൻ്റെ ബാക്ക് ഓടി കളിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഓടി കളിച്ചിട്ട് അവൻ നമ്മളെ കണ്ടവിടെ ഓടിപ്പോണു ഗൈസ്. എന്താണ് ഇത് നമ്മളെന്തായാലും അവൻ്റെ ബാക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബാക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു നിൽക്കാണ്ട് ഓടുകയാണോ, എന്താണിത്. നമ്മളിത് നൈസായിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ച് കില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊക്കെ അത്രയേ ഉള്ളൂ വിഷയം ഗൈസ്. നമ്മളെന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് നോക്കുന്നത് അവിടെ നിന്ന് വെടിവെപ്പ് ഗൈസ്. ഓക്കെ, വെടി വെക്കുന്നിടത്ത് എന്തായാലും ഞങ്ങൾ ചെല്ലും ഗൈസ്. ഓക്കെ, അവിടെ പോയിട്ട് 1 ടാപ്പ് അടിച്ചിട്ട് നൈസായിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ലൂട്ടൊക്കെ നോക്കി. ലൂട്ടിൻ്റെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. നമ്മൾ കുറച്ച് SMGയുടെ ആമോങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഫുള്ള് കറങ്ങണം ഗൈസ്. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കറങ്ങി ആരും ഇല്ല ഗൈസ്. ഓക്കെ, കറങ്ങി നടന്ന് നോക്കുമ്പോഴാണ് ഗൈസ് ഒരുത്തൻ നമ്മൾ നൈസായിട്ട് നല്ലോണം അടിയങ്ങനൊക്കെ തരുന്നുണ്ട്. എന്തോ പറയാനാണ്, നമ്മളടുത്ത് UMB ചിപ്പ് ലെവൽ 3 ആണ് ഗൈസ്. അടിച്ച് തൂഫാനൊക്കെ ഗൈസ്. ഓക്കെ, അത് വേറെ കാര്യം. നമ്മൾ ഡ്രോപ്പിൻ്റെ അടുത്ത് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ നോക്കി. ഇത് ഫുള്ള് ലോഡൊക്കെ ആക്കി നമ്മൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഗൈസ്. നമ്മളതിൽ SVD അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഡ്രോപ്പിന് ABCD അവിടെ ചാടിയിട്ട് നമ്മൾ XVD എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, XVD കൊണ്ടുണ്ടെങ്കിൽ മാര കളിയായിരിക്കും ഗൈസ്. അതൊക്കെ വേറെ ലെവൽ കളി ഗൈസ്. ഒക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഗിൽഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗില്ലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും മാക്സിമം ഗില്ലിലേക്ക് ജോയിൻ ചെയ്യാൻ ID താഴെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഗൈസ് നമ്മൾ ഇവിടെ നിന്നൊക്കെ ലൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഓടി നോക്കണം ഗൈസ്. ഓക്കെ, അപ്പോഴാണ് ശ്രദ്ധിക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ 15 കില്ലാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈവ് 3ഉം 11 കില്ലോ ആയി ഗൈസ്. ഓക്കെ, 1 ഞാനാണ്. അപ്പോൾ 2 കില്ലും കൂടി എടുക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ചലഞ്ചിൽ ഫെയിലായിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റുന്ന അത്രയും കില്ലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബർ പറഞ്ഞ 15 പക്ഷേ നമ്മൾ 11 + 1 12 കില്ലാണ് ടോട്ടൽ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈവ് 3 ആളാണ് ഗൈസ്. ഓക്കെ, നമ്മളെ കൂട്ടിയിട്ടാകുമ്പോൾ 2 ആൾ ഗൈസ്. ഓക്കെ, 2 ആളെ കില്ല് ചെയ്താലും നമുക്ക് 15 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഇവിടുന്ന് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് ഡ്രോപ്പും കാര്യങ്ങൾ മറ്റേ ഈ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ അടിച്ച് പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പണ്ടത്തെ ഫ്രീ ഫയർ ഇപ്പോഴത്തെ ഫ്രീ ഫയർ ഇഷ്ടമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ അടിച്ച് പൊട്ടിക്കാണ് ഗൈസ്. ഓക്കെ, പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോഴാണ് വേഗന്നൊരു അൺഎക്സ്പെക്റ്റഡ് അടിയൊക്കെ കിട്ടി. നമ്മൾ ഗ്ലൂ വാൾ ഇട്ട് നമ്മൾ മെഡിക്കിറ്റും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാണ് ഗൈസ്. ഓക്കെ, ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിപ്പയർ കിറ്റ് വെച്ചിട്ട് നമ്മൾ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ഓടിപ്പോവാണ് ഗൈസ്. ഓക്കെ, ഒരു കവർ എടുത്തിട്ട് കളിക്കാന്നുള്ള പ്ലാനാണ് ഗൈസ്. ഓക്കെ, ഓടിപ്പോയിട്ട് നമ്മൾ ഇവിടുന്ന് അവനെ അടിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. ഓക്കെ, ഇവിടെ കുറച്ചപ്പുറം മാറിയത് നമുക്കാണ് സോൺ അഡ്വാൻറ്റേജ്. അപ്പം അവിടെ നിന്ന് അടിക്കാന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് ഓടി വരുന്നത് ഗൈസ്. ഓക്കെ, 71-60 വെച്ച് കൊടുത്തിട്ടുണ്ട്. 71-60 വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ ഗ്ലൂ വാളും കലൊക്കെ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെക്കൻ്റെ കയ്യിൽ സെറ്റ് ഗ്ലൂ വാളിലാണ് ഗൈസ്. നോക്കൊരു നീല ഗ്ലൂ വാളൊക്കെയാണ്. നമ്മളെന്തായാലും ചെക്കനെ എന്തായാലും നമുക്ക് എടുക്കാനാവും. ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇമോട്ടും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് ഞാൻ കുതിരയോ വെക്കട വെടി എന്ന് പറഞ്ഞ് കുതിരനെ വെടിവെച്ച് ഓടിച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ അത്രയല്ല, കുതിരയായാലും എന്തായാലും നമുക്ക് സീൻ ഗൈസ്. ഓക്കെ, നമ്മൾ എന്നിട്ട് അവൻ്റെ ഗ്ലൂ വാൾ പൊടിക്കുമ്പോൾ അവൻ ഓടി വരുന്നത് 95 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ഗ്ലൂ വാൾ ഇട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്കി പിടിച്ചിട്ട് നമ്മളെ ഗ്ലൂ വാളം പൊടിച്ച് നൈസായിട്ട് അവന് 2 അടിയും കൊടുത്ത് അവനും കില്ല് ചെയ്ത് അങ്ങനെ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചലഞ്ചായിട്ട് വരുന്നതായിരിക്കും.